ഹായ് ഫ്രണ്ട്സ്, AS മീഡിയയുടെ ലേറ്റസ്റ്റ് ഇൻഫോർമേറ്റീവ് എഡ്യൂക്കേഷണൽ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കമ്പ്യൂട്ടർ സയൻസ് FIUGP സെമസ്റ്റർ 2-ൻ്റെ കോഴ്സ് ആൻഡ് സിലബസുകൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ വീഡിയോ മുഴുവനായിട്ടും കാണുക. MDC ആൻഡ് DSc മുഴുവൻ കോഴ്സുകളുടെയും സിലബസുകൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. യൂണിവേഴ്സിറ്റി ഓഫ് കേരള 4-year അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം. സിലബസ് മേജർ ഡിസിപ്ലിൻ കമ്പ്യൂട്ടർ സയൻസ്. സോ 2024 FIUGP കമ്പ്യൂട്ടർ സയൻസിൻ്റെ സെമസ്റ്റർ 2 സിലബസുകളിലേക്ക് നമുക്ക് പോകാം. സോ സെമസ്റ്റർ 2-ൽ ആദ്യം നമുക്ക് കോഴ്സുകളാണ് നോക്കുന്നത്. ഏതൊക്കെ കോഴ്സുകളാണ് നിങ്ങൾക്ക് പഠിക്കുവാനായിട്ട് സെമസ്റ്റർ 2-ലുള്ളത്. സെമസ്റ്റർ 2-ൽ DSc കോഴ്സുകളാണ് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ, പൈത്തൺ പ്രോഗ്രാമിംഗ്, കമ്പ്യൂട്ടർ സിസ്റ്റം മാനേജ്മെൻറ്റ്, ഇൻട്രൊഡക്ഷൻ ബയോമെട്രിക് സിസ്റ്റം, ഇ-കൊമേഴ്സ്, മൾട്ടിമീഡിയ സിസ്റ്റം, Python for data analytics, R programming for data science, knowledge representation and intelligent agent. ഇനി ഇലക്ട്രോൺ ഹെൽത്ത് റെക്കോർഡ് സിസ്റ്റം ആൻഡ് അതിൽ MDC കോഴ്സുകൾ, കമ്പ്യൂട്ടർ സയൻസിലെ സെമസ്റ്റർ 2-ലെ MDC കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓഫീസ് ഓട്ടോമേഷൻ, സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റ്, ഡിജിറ്റൽ ലോജിക് സിസ്റ്റം, ഡേറ്റാ സയൻസ് യൂസിങ് പൈത്തൺ. ദെൻ AEC കൊടുത്തിട്ടുള്ളത് സിലബസ് ബൈ ഓയിൽ ഫൈക്കാലിറ്റി എന്നാണ്. ദെൻ സമ്മർ ഇൻ്റേൺഷിപ്പ് ഇറ്റ് നോട്ട് റിക്വയർഡ് നൗ എന്നുള്ള കാര്യം കൂടി അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് കോഴ്സ് ആയിട്ടുള്ള ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിൻ്റെ സിലബസുകൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ടൈപ്പ് ഓഫ് കോഴ്സ് DSc സെമസ്റ്റർ 2 ക്രെഡിറ്റ് 4 ആണ്. മൊഡ്യൂൾ 1-ലേക്ക് വരുമ്പം Introduction to open source need and principle of OSS, open standard requirement for software, OSS success, free software, example, free VS, proprietary software, free software versus open source software, public domain, proprietary versus open source licensing model, use of open source software, FOSS does not mean no cost, the free software foundation and the GNU project. Module 2, dynamic of open source software, initiative, principle and methodology, software freedom, open source software development, economic of FOSS, zero marginal cost, income generation opportunity, problem with traditional commercial software, internalization. Then module ആ ഒരു മൊഡ്യൂൾ 2-ൽ തന്നെ ഉള്ളതാണ് ഓപ്പൺ സോഴ്സ് എക്കോസിസ്റ്റം. അതിൽ ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം GNU ലിനക്സ്, ആൻഡ്രോയിഡ്, ഫ്രീ BSD, ഓപ്പൺ സോളാറിസ്, ഓപ്പൺ സോഴ്സ് ഹാർഡ്വെയർ, വിർച്വലൈസേഷൻ ടെക്നോളജി, കണ്ടെയ്നറൈസേഷൻ ടെക്നോളജി, ഡോക്കർ, ഡെവലപ്മെൻറ്റ് ടൂൾ, IDES, ഡീബഗേഴ്സ്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, LAMP, ഓപ്പൺ സോഴ്സ് ഡാറ്റാബേസ് ടെക്നോളജി. മൊഡ്യൂൾ 3-ൽ ഓപ്പൺ സോഴ്സ് പ്രോജക്റ്റ്, ഇൻട്രൊഡക്ഷൻ ടു GitHub, interacting with the community of GitHub, communication and etiquette, testing open source code, reporting issue, contributing code, introduction to Wikipedia, contributing to Wikipedia or contributing to any prominent open source project of student choice. മൊഡ്യൂൾ 3-ൽ തന്നെ ഓപ്പൺ സോഴ്സ് എത്തിക്സ് ആൻഡ് സോഷ്യൽ ഇമ്പാക്ട്. അതിൽ ഓപ്പൺ സോഴ്സ് വേഴ്സസ് ക്ലോസ്ഡ് സോഴ്സ്, ethics of open source, social and financial impact of open source, technology, shared software, shared source, open source in government, open source as a business strategy. അടുത്ത മൊഡ്യൂൾ 4, ലൈസൻസിങ്, ഓപ്പൺ സോഴ്സ് ഡെവലപ്മെൻറ്റ് മോഡൽ ലൈസൻസ് ആൻഡ് പേറ്റൻറ്റ്, വാട്ട് ഈസ് എ ലൈസൻസ്, ഇമ്പോർട്ടൻറ്റ് FOS license, APH, BSD, PL, LGPL, copyright and copyleft patent. Then basic Linux and open source application, അതിൽ GNU, Linux, Android, Mozilla Firefox, Wikipedia, Drupal, WordPress, GCC, GDB, GitHub, LibreOffice. Then basic Linux command, sample shell scripting programs. അടുത്ത മൊഡ്യൂൾ ലാസ്റ്റ് 5, ഫ്ലെക്സി മൊഡ്യൂൾ നോട്ട് ഇൻക്ലൂഡ് ഇൻ എൻഡ് സെമസ്റ്റർ എക്സാം. Study, understanding the development model licensing, commercial, non-commercial use. The student must address key question about the development process and the software that is the result of this process. And reference ബുക്കും വെബ് സോഴ്സും കോഴ്സ് ഔട്ട്കമും ഒക്കെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ദെൻ അടുത്ത കോഴ്സിലേക്ക് പോകുമ്പോൾ കമ്പ്യൂട്ടർ സയൻസിലെ അടുത്ത മറ്റൊരു കോഴ്സാണ് പൈത്തൺ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. സെമസ്റ്റർ 2 ക്രെഡിറ്റ് 4 ആണ്. സോ പൈത്തൺ പ്രോഗ്രാമിങ്ങിൻ്റെ സിലബസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് മൊഡ്യൂൾ 1, ഇൻട്രൊഡക്ഷൻ ടു പൈത്തൺ, ഫണ്ടമെൻ്റൽ ഓഫ് കമ്പ്യൂട്ടിംഗ്, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടേഷണൽ പ്രോബ്ലം, അൽഗോരിതം, ഫ്ലോ ചാർട്ട് ആൻഡ് സീറോ കോഡ്, ഇൻട്രൊഡക്ഷൻ ടു പൈത്തൺ, ഫീച്ചർ ഓഫ് പൈത്തൺ, പൈത്തൺ ഇൻറ്റർപ്റ്റർ, ഇൻട്രാക്റ്റീവ് ആൻഡ് സ്ക്രിപ്റ്റ് മോഡ്, ഐഡൻറ്റിഫയർ, റിസോർട്ട് കീവേഡ്, ഓപ്പറേറ്റർ, കമൻറ്റ് ഇൻ പൈത്തൺ, ഇൻപുട്ട് ഔട്ട്പുട്ട്.
Module 2, mutable and immutable type, data type and operation in float complex, string escape character, string formatting function, list, built-in list function and method, tuple, built-in tuple function, set, built-in set function and method, dictionary, built-in dictionary function and method, mutable and immutable object, data type conversion. Module 3, flow control and function. Flow control, decision making, if else if in iteration, for, range, while loop, with else, nested loop, break, continue, pass. List comprehension, nested list, function, definition, calling, argument, anonymous function, recursion, return, filter, reduce, map. Then അടുത്ത module 4, package, file, expecting, handling and object oriented concept. Modules and package, built-in module, creating module, import statement, locating module, namespace and scope, local and global dir, reload, package in Python. File handling, open, close, write, read, method, rename, delete, direction. Then expression handling, built-in expression, handling expression with argument, raising and user defined expression. Object oriented programming, OOPS concept, class, object, method, attribute, static and instance, encapsulation, constructor, destructor, data hiding. Module 5, flexi module, not included for end semester exams. Pattern matching with regular expression, database programming, connecting to a database, creating table, insert, update, delete and read operation. Then അതിൻ്റെ റെഫറൻസും ലാബ് എക്സസൈസും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ദെൻ കമ്പ്യൂട്ടർ സയൻസിലെ നെക്സ്റ്റ് കോഴ്സായിട്ടുള്ള കമ്പ്യൂട്ടർ സിസ്റ്റം മാനേജ്മെൻറ്റിലേക്ക് പോവാം. അതിൽ ക്രെഡിറ്റ് 4 ആണ്. മൊഡ്യൂൾസിലേക്ക് വരുമ്പം മൊഡ്യൂൾ 1 നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ളത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫണ്ടമെൻ്റൽ, ഫങ്ഷൻ ആൻഡ് കമ്പോണൻറ്റ് ഓഫ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, OS ബൂസ്റ്റ് പ്രോസസ് ആൻഡ് ബൂട്ട് കോൺഫിഗറേഷൻ, ഫയൽ സിസ്റ്റം ആൻഡ് ഡിസ്ക് മാനേജ്മെൻറ്റ് ഇൻ വിൻഡോ, യൂസർ മാനേജ്മെൻറ്റ് ആൻഡ് ആക്സസ് കൺട്രോൾ, ഇൻട്രൊഡക്ഷൻ ടു വിൻഡോസ് രജിസ്ട്രി, സിസ്റ്റം പെർഫോമൻസ് മോണിറ്ററിംഗ് ഇൻ വിൻഡോസ്. മൊഡ്യൂൾ 2 വിൻഡോ ഡെസ്ക്ടോപ്പ് മാനേജ്മെൻറ്റ് ആൻഡ് സ്റ്റോർ മാനേജ്മെൻറ്റ്, ഡെസ്ക്ടോപ്പ് കസ്റ്റമൈസേഷൻ ആൻഡ് പേഴ്സണലൈസേഷൻ, മാനേജിംഗ് ആപ്ലിക്കേഷൻ ആൻഡ് പ്രോസസ്, മാനേജിംഗ് യൂസർ അക്കൗണ്ട് ആൻഡ് പെർമിഷൻ, ട്രബിൾ ഷൂട്ടിംഗ് common desktop issues, security practice for Windows desktop, understanding storage devices, HDDs, SSDs, etc. Disk partitioning and formatting, file system management, NTFS, FAT32, etc. Disk quotas and file compression, disk cleanup and optimization technique. Module 3 disk defragmentation and fragmentation, understanding disk fragmentation, impact of fragmentation on system performance, disk defragmentation technique and tool, automated defragmentation settings in window, monitoring disk fragmentation level. അടുത്ത മൊഡ്യൂൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സെക്യൂരിറ്റി ഫണ്ടമെൻ്റൽ ആണ്. ഇൻട്രൊഡക്ഷൻ ടു OS സെക്യൂരിറ്റി പ്രിൻസിപ്പിൾ, യൂസർ ഒതൻറ്റിക്കേഷൻ ആൻഡ് ഓതറൈസേഷൻ, SS കൺട്രോൾ ലിസ്റ്റ്, ACLs ഇൻ വിൻഡോ, സെക്യൂരിറ്റി പോളിസി ആൻഡ് ഗ്രൂപ്പ് പോളിസി ഒബ്ജക്റ്റ്, GPOs, വിൻഡോസ് അപ്ഡേറ്റ് മാനേജ്മെൻറ്റ് ആൻഡ് പാച്ചിങ്. ഇതിനടുത്ത മൊഡ്യൂൾ ഫ്ലെക്സി മൊഡ്യൂൾ, നോട്ട് ഇൻക്ലൂഡഡ് ഫോർ എൻഡ് സെമസ്റ്റർ, സിസ്റ്റം ബാക്കപ്പ് ആൻഡ് റിക്കവറി പ്രൊസീജിയർ, വിൻഡോസ് അപ്ഡേറ്റ് മാനേജ്മെൻറ്റ്, സിസ്റ്റം പെർഫോമൻസ് മോണിറ്ററിംഗ് ആൻഡ് ഒപ്റ്റിമൈസേഷൻ, ട്രബിൾ ഷൂട്ടിംഗ്, കോമൺ വിൻഡോ എറേഴ്സ് ആൻഡ് ഇഷ്യൂ, റിമോട്ട് ഡെസ്ക്ടോപ്പ് ആൻഡ് റിമോട്ട് അസിസ്റ്റൻറ്റ് ടൂൾ, ഫയർവാൾ ആൻഡ് നെറ്റ്വർക്ക് സെക്യൂരിറ്റി സെറ്റിംഗ്, ആൻറ്റിവൈറസ് ആൻഡ് ആൻറ്റിമൽവെയർ പ്രൊട്ടക്ഷൻ. അതിൻ്റെ റെഫറൻസ്, റിസോഴ്സ്, ലാബ് എക്സസൈസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ദെൻ കമ്പ്യൂട്ടർ സയൻസിലെ മറ്റൊരു കോഴ്സായിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു ബയോമെട്രിക് സിസ്റ്റത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അതിൽ ക്രെഡിറ്റ് 4 ആണ്. മൊഡ്യൂൾസിലേക്ക് വരുമ്പം ഇൻട്രൊഡക്ഷൻ ടു ബയോമെട്രിക്സ്, ഇൻട്രൊഡക്ഷൻ, പേഴ്സൺ റീകോജിനേഷൻ, ബയോമെട്രിക് സിസ്റ്റം, എൻറോൾമെൻറ്റ് ആൻഡ് റീകോജിനേഷൻ ഫേസ്, സെൻസർ മൊഡ്യൂൾ, ഫീച്ചർ എക്സ്ട്രാക്ഷൻ മൊഡ്യൂൾ, ഡേറ്റാബേസ് മൊഡ്യൂൾ, മാച്ചിങ് മൊഡ്യൂൾ, ബയോമെട്രിക് ഫങ്ഷണാലിറ്റീസ്, വെരിഫിക്കേഷൻ, ഐഡൻറ്റിഫിക്കേഷൻ, ബയോമെട്രിക് സിസ്റ്റം എറർ, പെർഫോമൻസ് മെഷർ, the design cycle of biometric system, nature of the application, choice of biometric trait, data collection, choice of future and matching algorithm, evaluation, application of biometric system. Module 2, fingerprint recognition, introduction, friction bridge pattern, feature formation, fingerprint acquisition, sensing technique, image quality, feature extraction, ridge orientation and frequency estimation, singularity extraction, ridge extraction, lineage extraction, matching, alignment, pairing, lineage, match score generation, fingerprint individuality, performance evaluation, fingerprint indexing, palm print feature. Module 3, face and iris recognition, face recognition, introduction, psychology of face recognition, facial feature, design of face recognition system, image
acquisition, 2D sensor, 3D sensor, video sequence, face detection, Viola John face detector, feature extraction and matching, appearance based face recognition, model based face recognition, tester based face recognition, performance evaluation. Then iris recognition. Introduction. Design of an iris recognition system, image acquisition, iris segmentation, generating iris mark, iris normalization, iris encoding and matching. Module 4. Additional biometric trait. Introduction, ear detection, ear recognition, challenges in ear recognition, gene feature extraction and matching, challenges in gene recognition, hand geometry, image capture, hand segmentation, feature extraction, feature matching, challenges in hand geometry, recognition, soft biometry, periocular face mark, tattoo. Then module 5, flexi module not included for end semester exam, citizen facing applications, citizen identification, criminal identification, surveillance, employee facing application, PC network access, customer facing application, retail, ATM, point of sale. then അതിൻ്റെ റെഫറൻസ് ബുക്കും കോഴ്സ് ഔട്ട്കം ഒക്കെ തന്നെ അതിൽ കൊടുത്തിട്ടുണ്ട്. ദെൻ അടുത്ത കോഴ്സിലേക്ക് പോകുമ്പം കമ്പ്യൂട്ടർ സയൻസിൽ മറ്റൊരു കോഴ്സാണ് ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. ഇ കൊമേഴ്സിൽ ക്രെഡിറ്റ് 4 ആണ്. അതിൻ്റെ മൊഡ്യൂളിലേക്ക് വരുമ്പം ഇൻട്രഡക്ഷൻ ടു ഇ കൊമേഴ്സ്, ഇൻട്രഡക്ഷൻ, ഡെഫിനിഷൻ, ഡിഫറൻസ് ബിറ്റ്വീൻ ഇ കൊമേഴ്സ് ആൻഡ് ഇ ബിസിനസ്, ടെക്നോളജിക്കൽ ബിൽഡിംഗ് ബ്ലോക്ക്, മേജർ ട്രെൻഡ് ഇൻ ഇ കൊമേഴ്സ്, ഇ കൊമേഴ്സ് ബ്രീഫ് ഹിസ്റ്ററി, യുണീക്ക് ഫീച്ചർ, യുബിക്വിറ്റി, ഗ്ലോബൽ റീച്ച്, യൂണിവേഴ്സൽ സ്റ്റാൻഡേർഡ്, റിച്ച്നെസ്, ഇൻട്രാക്ടിവിറ്റി, ഇൻഫർമേഷൻ ഡെൻസിറ്റി, പേഴ്സണലൈസേഷൻ ആൻഡ് കസ്റ്റമൈസേഷൻ, ടൈപ്പ് ഓഫ് ഇ കൊമേഴ്സ്, B2C, B2B, C2C, എം കൊമേഴ്സ്, സോഷ്യൽ ഇ കൊമേഴ്സ് ആൻഡ് ലോക്കൽ ഇ കൊമേഴ്സ്, അണ്ടർസ്റ്റാൻഡിംഗ് ഇ കൊമേഴ്സ്, ടെക്നോളജി, ബിസിനസ്, സൊസൈറ്റി. Then അടുത്ത മൊഡ്യൂൾ 2 ഇ-കൊമേഴ്സ് ബിസിനസ് സ്ട്രാറ്റജി, ബിസിനസ് മോഡൽ, ഇൻട്രൊഡക്ഷൻ, 8 key element of a business model, B2C, online retailer, community provider, content provider, portal, transaction broker, market creator, B2B, e-distributor, procurement, exchange, industry consortia, industry structure, industry value chain, fame value web, business strategy. മൊഡ്യൂൾ 3ലേക്ക് വരുമ്പം ടെക്നോളജി ഇൻഫ്രാസ്ട്രക്ചർ, ദി ഇൻ്റർനെറ്റ് ബാക്ക് ബോൺ, ഇൻ്റർനെറ്റ് എക്സ്ചേഞ്ച് പോയിൻറ്റ്, ടയർ 3 ISP, മൊബൈൽ ഇൻ്റർനെറ്റ് അക്സസ്, ഇ-കൊമേഴ്സ് സിസ്റ്റം ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ, ഓൾട്ടർനേറ്റീവ് വെബ് ഡെവലപ്മെൻറ്റ് മെത്തോഡോളജി, choosing software, choosing hardware, e-commerce site tool, e-commerce security environment, security threat, e-commerce payment system. ദെൻ അടുത്ത മൊഡ്യൂൾ 4ലേക്ക് വരുമ്പം ബിസിനസ് കൺസെപ്റ്റ് ആൻഡ് സോഷ്യൽ ഇഷ്യൂ, ഡിജിറ്റൽ കൊമേഴ്സ് മാർക്കറ്റിംഗ് ആൻഡ് അഡ്വർടൈസിംഗ് സ്ട്രാറ്റജി ആൻഡ് ടൂൾ, ഓൺലൈൻ മാർക്കറ്റിംഗ് ടെക്നോളജി, ഓൺലൈൻ മാർക്കറ്റിംഗ് മെട്രിക്സ് ലെസിക്കോൺ, സോഷ്യൽ മാർക്കറ്റിംഗ്, മൊബൈൽ മാർക്കറ്റിംഗ്, ലോക്കൽ ആൻഡ് ലൊക്കേഷൻ വിത്ത് ബേസ്ഡ് മൊബൈൽ മാർക്കറ്റിംഗ്, ഫ്ലെക്സി മൊഡ്യൂൾ നോട്ട് ഇൻക്ലൂഡഡ് ഫോർ എൻഡ് സെമിസ്റ്റർ എക്സാം, കേസ് സ്റ്റഡി, Uber എവറിത്തിങ് ഓൺ ഡിമാൻഡ്, കേസ് സ്റ്റഡി, സ്കൈ സ്കാനർ, ദ വൺ ടോപ്പ് ട്രാവൽ പ്ലാറ്റ്ഫോം. എൻ്റെ ടെക്സ്റ്റ് ബുക്കും കോഴ്സ് ഔട്ട്കമും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ദെൻ അടുത്ത കമ്പ്യൂട്ടർ സയൻസിലെ കോഴ്സിലേക്ക് പോകുമ്പം മൾട്ടിമീഡിയ സിസ്റ്റമാണ്, ക്രെഡിറ്റ് 4 ആണ്. മൊഡ്യൂൾ 1ലേക്ക് പോകുമ്പം ഇൻട്രഡക്ഷൻ ടു മൾട്ടിമീഡിയ, ഡെഫിനിഷൻ ആൻഡ് ക്യാരക്ടേഴ്സ് ഓഫ് മൾട്ടിമീഡിയ ആപ്ലിക്കേഷൻ, ഡെഫിനിഷൻ, ക്ലാസിഫിക്കേഷൻ, മൾട്ടിമീഡിയ ഹാർഡ്വെയർ, മൾട്ടിമീഡിയ സോഫ്റ്റ്വെയർ, image editing software, video editing software, audio editing software, slideshow creation, preset screen recording tool capabilities, OBS Studio, basic concept of all tools only. Overview of multimedia element, test, image, audio, video, animation and interactive element. Multimedia test in multimedia graphic, coloring, digital imaging fundamental, development and editing file format, scanning and digital photography. Module 2, multimedia representation and format, understanding multimedia data representation and storage format, common multimedia file format e.g. JPEG, MP3, MPEG, GIF and their property, compression technique for reducing multimedia file size while preserving quality, multimedia audio, digital medium, digital audio technology, sound card, recording, editing, MP3, MIDI fundamental, working with MIDI, audio file format, adding sound to multimedia project. Module 3, multimedia content creation, multimedia project, stage of project, multimedia skill, design, concept, authoring, planning and costing, multimedia team, introduction to multimedia authoring software tool and platform, what is multimedia authorization software, necessity of multimedia authoring software, type of multimedia authoring tool, just basic and example, Adobe Creative Suite, Blender, Unity. Creating multimedia project using authoring tool, incorporating text, image, audio and video, multimedia content creation, technique for creating and editing multimedia content, multimedia animation, computer animation, fundamental kinematic morphing, animation, SW tools and technique, image editing and manipulation, basic and example, Photoshop, GIMP,
Image editing software, selection tool, work with layers, mask and channel, correcting and enhancing photograph, audio recording, editing and mixing, example Audacity, Adobe Audition. Then multimedia video, how video work, broadcast video, standard digital video, fundamental digital video production and editing, technique, file format, video editing and post production. Then multimedia programming and application, basic of multimedia programming, language and framework, example HTML5, JavaScript, Python and libraries like OpenCV and Pygame basic only. Integration of multimedia elements into web page, mobile app and interactive environment. Multimedia application and platform, analysis of multimedia application across various domains, entertainment, education, advertising, healthcare. Then legal and ethical issue, copyright and intellectual property consideration in multimedia content creation and distribution, ethical implication of multimedia technology, example privacy concern, representation and bias in media. Flexi module not included for in-semester exams, scripting, multimedia interaction and animation, interactive animation, virtual reality VR and augmented reality AR system, 3D multimedia content creation and re-entry. Multimedia looking toward future, digital communication and new media, interactive television, digital broadcasting, digital radio, multimedia conferencing, immersive multimedia experience and interactive storytelling, wearable multimedia device and application, multimedia analysis, multimedia content analysis and understanding. അതിന് റെഫറൻസും ലാബ് എക്സസൈസും കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അടുത്ത കോഴ്സിലേക്ക്, കമ്പ്യൂട്ടർ സയൻസിലെ അടുത്ത കോഴ്സിലേക്ക് സെമിസ്റ്റർ 2 വരികയാണെങ്കിൽ പൈത്തൺ ഫോർ ഡേറ്റ അനലിറ്റിക് ആണ്. സോ അതിൽ ക്രെഡിറ്റ് 4 ആണ്. മൊഡ്യൂൾ 1 ഇൻട്രൊഡക്ഷൻ, ഡേറ്റ അനലിറ്റിക് ലൈഫ് സ്റ്റൈൽ ഓവർവ്യൂ, ഡിസ്കവറി, ഡേറ്റ പ്രിപ്പറേഷൻ, മൊഡ്യൂൾ പ്ലാനിംഗ്, മൊഡ്യൂൾ ബിൽഡിംഗ്, കമ്മ്യൂണിക്കേറ്റീവ് റിസൾട്ട് ഓപ്പറേഷണലൈസ്, feature of Python, variable, output, input in Python, operator, control flow statement, decision making structure, loop, nesting of conditional statement and loop, abnormal loop termination, function, use, syntax, type, built-in and user-defined functions, string function in Python, recursive function, errors and expecting handling. Module 2, data structure, data type in Python, numeric, dictionary, boolean, sets, sequence type. Modules, inbuilt modules and user-defined modules, import statement from import statement, NumPy library for arrays, one-dimensional and multi-dimensional. Module 3, data processing, pandas library for data processing, basic of data frame, import of data, function of data frame, data extraction, group of functionality, creating chart for data frame, missing value. അടുത്ത module, data visualization, matplotlib, library for visualization, visualization for categorical variable, visualization of continuous variable, Cben library for visualization, visualization for categorical variable, visualization of continuous variable. Then additional core libraries not for end semester examinations, SciPy library for statistics, QLKME library for SQL, stat models library for time series model, introduction. then അതിൻ്റെ ലാബ് എക്സസൈസും കാര്യങ്ങളൊക്കെ തന്നെ അതിൽ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ദെൻ വരുന്നത് അടുത്ത കോഴ്സ് സെമസ്റ്റർ 2 കമ്പ്യൂട്ടർ സയൻസിലെ ആർ പ്രോഗ്രാമിംഗ് ഫോർ ഡേറ്റ സയൻസ് ടൈപ്പ് ഓഫ് കോഴ്സ് എന്ന് പറഞ്ഞാൽ DSc വൊക്കേഷണലാണ്. ക്രെഡിറ്റ് 4 ആണ്. മൊഡ്യൂൾ 1, ഇൻട്രഡക്ഷൻ ടു ആർ പ്രോഗ്രാമിംഗ്, ബേസിക് ഇൻട്രഡക്ഷൻ വിത്ത് ആർ, യൂസിങ് ആർ ആസ് എ കാൽക്കുലേറ്റർ, ഫംഗ്ഷൻ, കൺട്രോൾ സ്ട്രക്ചർ, ഫാക്ടർ, ഡേറ്റ ഫ്രെയിം. യൂസിങ് ആർ ആസ് എ കാൽക്കുലേറ്റർ, ഫംഗ്ഷൻ, കൺട്രോൾ സ്ട്രക്ചർ, ഫാക്ടർ, ഡേറ്റ ഫ്രെയിം. Data pipeline, coding and naming convention, data manipulation, reading data, manipulating and tidying data with developer. Visualizing data, basic graphic, the grammar of graphic and the ggplot2 package, figure with multiple plot, working with large data set, expression, basic data type, data structure, control structure, function, recursive function. Module 3, advanced R programming, working with vectors and vectorizing function, advanced function, functional programming, function operation, function as input and output, building an R package, creating an R package, R OSIGEN. അടുത്ത module, data analysis using R, exploratory data analysis using R function, SQRT, range, sort, minimum, maximum, median, average, standard deviation, skewness, variance. Correlation and covariance between power test, bivariate analysis, paired sample t-test to compare means, one mean and two mean, one factor ANOVA comparing mean across several groups, two-way ANOVA simple linear regression. Then flexi module not include for end semester examination, supervised learning, machine learning, supervised learning, regression variance classification, inference variance prediction, and supervised learning, clustering, k-mean clustering, hierarchical clustering, object oriented programming, immutable object and polymorphic function, data structure classes. അതിൻ്റെ ടെക്സ്റ്റ് ബുക്കും ലാബ് എക്സസൈസും കൊടുത്തിട്ടുണ്ട്. ദെൻ അടുത്ത കോഴ്സിലേക്ക് പോകുമ്പം
നോളേജ് റെപ്രസെൻറ്റേഷൻ ആൻഡ് ഇൻ്റലിജൻറ്റ് ഏജൻറ്റ് എന്നാണ് കോഴ്സ് ടൈറ്റിൽ. ഇത് DSc വൊക്കേഷണലാണ്, ക്രെഡിറ്റ് 4 ആണ്. മൊഡ്യൂൾ 1ലേക്ക് വരുമ്പം അൽഗോരിതം അനാലിസിസ് ആൻഡ് ടെക്നിക്, കൺസെപ്റ്റ് ഇൻ അൽഗോരിതം അനാലിസിസ്, ഡെഫിനിഷൻ ഓഫ് അൽഗോരിതം, ആവറേജ് ആൻഡ് വേഴ്സ്, കേസ് അനാലിസിസ്, asymmetric notation, time and space complexity, technique, brute force, divide and conquer, decrease and conquer, dynamic programming, shortest path, backtracking. Module 2, heroic search technique, generate and test, hill climbing, simulated annealing, problem iteration, AO algorithm, constraint stratification. Then means end analysis, search technique, graph search, depth first search, breadth first search, best first search algorithm. Then അടുത്ത മൊഡ്യൂൾ 3 നോളജ് റെപ്രസെൻറ്റേഷൻ ആണ്. നോളജ് മാനേജ്മെൻറ്റ്, ടൈപ്പ് ഓഫ് നോളജ്, നോളജ് റെപ്രസെൻറ്റേഷൻ, നോളജ് ബേസ്. നോളജ് റെപ്രസെൻറ്റേഷൻ സ്ട്രക്ചർ, ഫസ്റ്റ് ഓർഡർ ലോജിക്, ഫ്രെയിം, കൺസെപ്ഷണൽ ഡിപ്പെൻഡൻസി, സ്ക്രിപ്റ്റ്, സെമാൻറ്റിക് നെറ്റ്വർക്ക്. ഇതിൽ അടുത്ത മൊഡ്യൂൾ ഇൻ്റലിജൻറ്റ് ഏജൻറ്റ്, സ്ട്രക്ചർ, ടൈപ്പ് ഓഫ് ഏജൻറ്റ്, എൻവോൺമെൻറ്റൽ ഓട്ടോണമസ് ഏജൻറ്റ്, നേച്ചർ ഇൻസ്പയർഡ് ഏജൻറ്റ്, പ്ലാനിംഗ് ഏജൻറ്റ്, പീസ് റെപ്രസെൻറ്റേഷൻ. അടുത്ത മൊഡ്യൂൾ ഫ്ലെക്സി മൊഡ്യൂൾ നോട്ട് ഇൻക്ലൂഡഡ് ഫോർ എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ, റീസണിംഗ്, അബ്ഡക്റ്റീവ്, ഡിഡക്റ്റീവ്, ഇൻഡക്റ്റീവ്, അനലോജിക്കൽ, കോസ് ആൻഡ് എഫക്റ്റ്, കമ്പാരിറ്റീവ്, കണ്ടീഷണൽ ആൻഡ് അലൈൻ ഫോർ റീസൺ. then അതിൻ്റെ ലാബ് എക്സസൈസും കോഴ്സ് ഡീറ്റെയിൽസും ഔട്ട്കംസും ഒക്കെ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ദെൻ അടുത്ത കമ്പ്യൂട്ടർ സയൻസിലെ അടുത്ത കോഴ്സിലേക്ക് പോകുമ്പം ഹെൽത്ത് ഡേറ്റ അനലിറ്റിക് ആൻഡ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് സിസ്റ്റം ആണ്. അത് DSc, MDC, SCC, VAC, AEC ഇതിലെല്ലാം പെടുന്നതാണ്. ഇപ്പം മൊഡ്യൂൾ 1ലേക്ക് പോകുമ്പം ഹെൽത്ത് ഡേറ്റ അനലിറ്റിക് ആൻഡ് EHR സിസ്റ്റം, ഡെഫിനിഷൻ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിഗ് ഡേറ്റ, ഇമ്പോർട്ടൻസ് ഓഫ് ബിഗ് ഡേറ്റ അനലിറ്റിക് ഇൻ ഹെൽത്ത് കെയർ, ചലഞ്ചസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് സിസ്റ്റം, EHR, ഡെഫിനിഷൻ, ആട്രിബ്യൂട്ട്, ബെനിഫിറ്റ് ആൻഡ് ഷോർട്ട് കമ്മിങ്, ചലഞ്ചസ് ഫേസ്ഡ്, ആപ്ലിക്കേഷൻ ഓഫ് EHR. Module 2, regulation of for EHR system regulation, meaning, uses, certification standards, certification commission for health information technology, office of the national coordination of health information technology, ONC, certification, health level 7, international HL7, international organization for standardization, ISO, European committee for standardization, CAN, and European committee for electronic standardization, CENELEC, healthcare information management system society, HIMSS, certified electronic health record technology, CHRT. Module 3, security for data in EHR data security, regulatory framework, HIPAA, GDPR, other relevant standard, threat and breach, encryption in HR, role-based access control, multi-factor authentication, encryption at rest, secure transmission, secure socket layer SSL, transport layer, security TLS, virtual private network, HR system and liability. അടുത്ത മൊഡ്യൂൾ 4, മെഡിക്കൽ ബിഗ് ഡേറ്റ definition, benefits, source of medical big data, electronic health record, EHR, medical imaging data, wearable device and remote monitoring, genomic and molecular data, quality and analysis concern, privacy and autonomy concern. Title for the module, open data, a special case, best practice in EHR, emerging trend, blockchain in health culture, artificial intelligence for security, predictive analytics for threat detection. ഓക്കെ, ദെൻ അടുത്ത കോഴ്സിലേക്ക് പോകുമ്പം MDC ആണ്. സെമസ്റ്റർ 2ലെ MDC കോഴ്സുകളിൽ ഒന്നായിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിലെ മൊഡ്യൂൾ 1ലേക്ക് വരുമ്പം ഇൻട്രൊഡക്ഷൻ, നേച്ചർ, സ്കോപ്പ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, എവല്യൂഷൻ ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, കോർ കൺസെപ്റ്റ്, ഇൻബൗണ്ട് മാർക്കറ്റിംഗ്, കണ്ടന്റ് മാർക്കറ്റിംഗ്, ഇമെയിൽ മാർക്കറ്റിംഗ്, ഇൻഫ്ലുവൻഷ്യൽ മാർക്കറ്റിംഗ്, holistic digital marketing concept, 10 Ps of digital marketing environment, macro and micro environment. Module 2, e-banking approaches, device, service, benefit, drawback, electronic payment system, credit card, debit card, smart card, credit account, cyber security, encryption, secret key, cryptography, public key cryptography, digital signature firewall. Module 3, digital marketing, search engine optimization, SEO, social media, content marketing, email marketing, mobile marketing. Challenge for digital marketing, increased security risk, cluttered market, less focus on keywords, more AD blockers, increased AD cost. Digital marketing technique, pay per click search engine advertising, advantage factor, conversion rate optimization, CRO, digital marketing, web analytics, social media marketing, Facebook, Pinterest, Twitter, LinkedIn, YouTube, Google, AdWords, Google Analytics. Then issue and future enhancement of digital marketing case study, flexi model not for end semester exam, collection of current marketing tool, case study, new trends. Then അടുത്ത കോഴ്സിലേക്ക് പോകുമ്പം അടുത്ത കോഴ്സ് ടൈറ്റിൽ എന്ന് പറയുന്നത് ഓഫീസ് ഓട്ടോമേഷൻ ആണ്. MDC ആണ് കോഴ്സ്, ക്രെഡിറ്റ് 3 ആണ്. മൊഡ്യൂൾ 1, ഓപ്പൺ ഓഫീസ് റൈറ്റർ ഫോർ document preparation, introduction to office automation, advantage of office automation, software classification,
proprietary software, free software, open access software, office automation package, documentation using open office writer, feature of the software, creating and editing document, auto test, autocorrect, spelling and grammar tool, document dictionary, find and replace, formatting the document, character formatting, paragraph formatting, page formatting, bullet and number list, inserting image, header and footer, page number. Module 2, Advanced feature of OpenOffice Writer, creating tablet using mail merge, creating document from template, previewing and printing document. Module 3, OpenOffice Calc for data manipulation, electronic spreadsheet, introduction to spreadsheet, adding and removing worksheet, inserting, deleting, copying, moving and formatting cell, working with formula, cell reference, absolute, relative and mixed, function, mathematical, statistical, logical function, chart, type of chart, components of chart, creating and formatting chart, advanced feature, pivot table and pivot chart, linking and consolidation, OpenOffice Impress for presentation, presenting using OpenOffice Impress, creating presentation, adding, removing, moving, rearranging and enhancing slide, inspiration, picture, word, art, formatting, background, adding sound and video clip, inserting chart and organization chart, setting animation and transition, creating hyperlink presentation, rehearsing and setting up slideshow. Then at the module, Flexi module not included for end semester exam, implementation of other automation package for word processing, data manipulation and presentation. Then എൻ്റെ ടെക്സ്റ്റ് ബുക്കും ലാബ് എക്സസൈസും കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. സോ അടുത്ത കോഴ്സിലേക്ക് വരുമ്പം കമ്പ്യൂട്ടർ സയൻസിൽ മറ്റൊരു കോഴ്സാണ് സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റ്, MDC ആണ് കോഴ്സ്, ക്രെഡിറ്റ് 3 ആണ്. മൊഡ്യൂൾ 1ലേക്ക് വരുമ്പോൾ ഇൻട്രഡക്ഷൻ ആൻഡ് സോഷ്യൽ മീഡിയ കണ്ടന്റ് പബ്ലിഷിംഗ്, ഇൻട്രഡക്ഷൻ ടു സോഷ്യൽ മീഡിയ, ഫൈൻഡിങ് എ വേ ത്രൂ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, SMM ആൻഡ് പബ്ലിക് റിലേഷൻ, ലോജിക് ഓഫ് സോഷ്യൽ മീഡിയ സ്ട്രാറ്റജി ആൻഡ് പ്ലാനിംഗ്, കണ്ടന്റ് സ്ട്രാറ്റജി, ഓവർവ്യൂ ഓഫ് പോപ്പുലർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ, ലിങ്ക്ഡ്ഇൻ, ടിക്ടോക്ക്, പബ്ലിഷിംഗ് ബ്ലോഗ്, പബ്ലിഷിംഗ് പോഡ്കാസ്റ്റ് ആൻഡ് വെബിനാർസ്, പബ്ലിഷിംഗ് ആർട്ടിക്കിൾ, വൈറ്റ് പേപ്പർ ആൻഡ് ഇ-ബുക്ക്, sharing video, sharing photo and images, webinar, social network, microblogging and discussion board, social network, a brief history of social networking, benefit of market with social network, wide label social network, pros and cons of creating a wide label social network, future of social network. Microblogging, a brief history of microblogging, different use of microblogging, tip of brand building with TikTok, discussion board, discussion forum structure, a brief history of discussion board etiquette, marketing with discussion forum, guidelines for moderator of online discussion group, get product creation idea from discussion forum. Module 3, social news site, mobile computing and location marketing, social news site, a brief history of social news site, marketing with social news site, Q&A site, a brief history of Q&A site, marketing with Q&A site, mobile computing and location marketing with mobile computing, location based social network and gaming, the growth of location based social network, marketing with location based social network, the future of mobile computing and location marketing. At the module, social media monitoring and social media marketing plan, social media monitoring, the brief history of social media monitoring, tracking, measuring qualitative key performance indicator KPIs, the net promoter score, return on investment evaluation, selecting social media monitoring tool Radiant 6, the future of social media monitoring. Social media marketing plan, creating an informative and eye-catching title page, automatically generating a table of content, writing a compelling executive summary, composing a brief overview, observing social media presence, conducting a competitive analysis, setting goal, determining strategy, identifying the target market, selecting tool, implementing monitoring, getting CC'd buy-in. Then Flexi mode not included for end semester exam കൊടുത്തിട്ടുണ്ട്. Community management, social networking, side extensions, LinkedIn and TikTok, Facebook and business, YouTube and live streaming train. Then അതിൻ്റെ ലാബ് എക്സസൈസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ അടുത്ത സെമസ്റ്റർ 2 മറ്റൊരു കോഴ്സായിട്ടുള്ള ഡിജിറ്റൽ ലോജിക് സിസ്റ്റത്തിൻ്റെ സിലബസ് നോക്കാം. ക്രെഡിറ്റ് 3 ആണ്. മൊഡ്യൂൾ 1ലേക്ക് വരുമ്പോൾ ഡേറ്റ റെപ്രസെൻറ്റേഷൻ, കൺസെപ്റ്റ് ഓഫ് നമ്പർ സിസ്റ്റം, ബൈനറി, ഡെസിമൽ, ഒക്ടൽ, ഹെക്സാഡെസിമൽ ആൻഡ് BCD. Then first and twos complement, ones and twos complement of binary number, binary arithmetic operation, addition, subtraction, multiplication, Boolean algebra, basic laws of Boolean algebra, logic gate, or, and, not, nor, NAND, XOR, SNOR, universal gate, realizing Boolean function, min time, max time, SOP and POS expression, De Morgan's theorem, simplification of Boolean expression, kernel maps. Then module 3, sequential logic circuit, introduction to sequential and combinational circuit, 2-bit synchronous counters and 2-bit asynchronous counters, flip-flop, SR flip-flop, JK flip-flop, D flip-flop, T flip-flop. Combinational logic circuit, arithmetic circuit, half adder and full adder, 2-4 decoder and encoder, multiplexer and demultiplexer. Then flexi mode not included for end semester exam കൊടുത്തിട്ടുണ്ട്. Shift register, SISO, SIPO, PISO, PIPO, seminar discussion, application of digital electronics in day-to-day life. സോ അതിൻ്റെ ലാബ് എക്സസൈസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ദെൻ
അടുത്ത സെമസ്റ്റർ 2-ലെ MDC കോഴ്സായിട്ടുള്ള ഡേറ്റ സയൻസ് യൂസിങ് പൈത്തണിൻ്റെ സിലബസിലേക്ക് പോകാം. ക്രെഡിറ്റ് 3 ആണ്. മൊഡ്യൂൾ 1-ലേക്ക് പോകുമ്പോൾ ബേസിക് ഓഫ് പൈത്തൺ പ്രോഗ്രാമിംഗ്, ഇൻട്രൊഡക്ഷൻ ടു പൈത്തൺ, പൈത്തൺ ടോക്കൺ, ലിറ്ററൽ കൺസേൺ, ടൈപ്പ് കൺവേർഷൻ, വേരിയബിൾ ഐഡൻറ്റിഫയർ, ക്രിയേറ്റിംഗ് വേരിയബിൾ, ഡേറ്റ ടൈപ്പ് ഓഫ് ഐഡൻറ്റിഫൈ, ഇൻപുട്ട് ഓപ്പറേഷൻ, കമൻറ്റ്സ്, റിസർവ്ഡ് വേർഡ് ഇൻഡന്റേഷൻ, ഓപ്പറേറ്റർ എക്സ്പ്രഷൻ ഇൻ പൈത്തൺ, ഡിസിഷൻ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്, സെലക്ഷൻ, കണ്ടീഷണൽ ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെൻറ്റ്, iterative statement, the range function, selecting an appropriate loop, nested loop, break statement, the continuous statement, the pass statement, the else statement used with loop, basic data structure in Python, reserving data structure in Python, introduction to Python string indexing, finding the number of characters in a string, traversing a string, contracting, appending and multiplying string, the stir function, string are immutable, string formatting operator, the format function, built-in string method and function, comparing string ought car function in an ought not an operator, list accessing values in list, the eval function, updating value in list, relational operation on list, nested list, list slicing and cloning, deleting element, deep copies and shallow copies in Python, basic list operation, list method, tuple, creating tuple, utility of tuple, accessing value in a tuple, updating tuple, deleting elements in tuple, joining tuples, unpacking tuple, basic tuple operation, tuple assessment, accessing using index, tuple for returning multiple value, nested tuple, the count method, the save function, advantage of tuple over list. Dictionaries and function in Python. Dictionaries, creating dictionary, accessing value in a dictionary, adding an item in a dictionary, modifying an item in a dictionary, deleting item, transversing a dictionary, nested dictionary, the copy method. Built-in dictionary function and method, difference between a list and a dictionary, functional declaration, function definition. Then data handling using NumPy and Python pandas, data and its purpose, data science and its application, the NumPy module, creating NumPy arrays attribute, converting 2D NumPy array into ID array, array slicing, accessing summary reason of array construction, joining and splitting, how NumPy broadcasting work, performing mathematical operation on NumPy arrays, transposing array, inserting and deleting array element, find the index of a value, sorting a NumPy array, normalize array subset, Python pandas data frame, pandas data frame, function attribute, provisional data frame, sorting, missing data, combine and data frame, descriptive statistics, summarizing or description data function, application, aggregation, group by transform function by Python, tree and in pandas, data frame, heuristic, column label, data wrangling, time service, data structure. Then flexi model not included for in some strikes and got the model 5. Plotting graph imports for data visualization, bar chart, plotting histogram, frequency, polygon, box plot, scatter plot, correlation matrix plot, the Seaborn library, the color palette, plotting unitary distribution, plotting by distribution, visualizing probability relationship, box plot in Seaborn, violent plot, statistical elimination, plotting category data, facet read and fractal far grid map, pair grade, linear relationship, heat map, bubble chart, plotting, time series data, visualizing sparse matrix. അതിനകത്ത് ലാബ് എക്സസൈസും പ്രിഫറൻസ് ബുക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ഇവ ഇത്രയുമാണ് സെമസ്റ്റർ 2 കമ്പ്യൂട്ടർ സയൻസിൻ്റെ കോഴ്സസ് ആൻഡ് സിലബസുകൾ എന്ന് പറയുന്നത്. സോ തീർച്ചയായിട്ടും ഇത് യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. എല്ലാ വിദ്യാർത്ഥികളിലേക്കും ഫ്രണ്ട്സിലേക്കും ഈ ഒരു സിലബസ് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തെടുക്കുക. എങ്കിൽ മാത്രം നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് കൃത്യമായി എത്തുകയുള്ളൂ. താങ്ക് യു സോ മച്ച്.